കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളി പടം. നല്ല പടമാണ്, നല്ല പടം. എന്താണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത്? അതിനകത്ത് നിവിൻ പോളിന് നല്ല ആക്ടിങ് ആയിരുന്നു. എല്ലാം നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഡയറക്ഷനും നല്ലൊരു പടമായിരുന്നു. ഫീൽ ഗുഡ് പടമായിരുന്നു. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണ്. അജു വർഗീസിൻ്റെയും നല്ല നിവിൻ പോളിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ലൊരു പഴയ ഫിലിമിൻ്റെയൊക്കെ ഒരു മിക്സ് ഇതിനകത്ത് തോന്നിയിട്ടുണ്ട്. നല്ലതായിരുന്നു. അടിപൊളി പടമാണ് ബ്രോ. പടത്തിൽ നിവിൻ പോളി അജു വർഗീസ് കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അതുപോലെ പുതിയ കുട്ടി റിയ ഷിബു നല്ല ആക്ടിംഗ് ആണ്. പിന്നെ നമ്മൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹാർട്ടൊക്കെ ഒന്ന് ലൈറ്റ് ആവും, മൂഡൊക്കെ ഒന്ന് ബെറ്റർ ആവും. കുഴപ്പമില്ല. നിവിൻ പോളിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല പടം. നല്ല നിവിൻ പോളിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് പടം? നല്ല മൂവിയാ. ഫാമിലി ഓഡിയൻസിനൊക്കെ അതെ നല്ല മൂവിയാണ്. എല്ലാവർക്കും നിവിൻ പോളി എങ്ങനെയുണ്ട്? നിവിൻ പോളി നന്നായിട്ട് വെറൈറ്റിയാണ്. നല്ല രസമാണ്. പണ്ടത്തെ അതേപോലെ നിവിൻ പോളിയൊക്കെ എങ്ങനെയുണ്ട്? നിവിൻ പോളി നന്നായിട്ട് അഭിനയിച്ചു. നിവിൻ പോളി തന്നെയാണ് ക്യാരക്ടറാണ്. കംബാക്കാണ് നിവിൻ പോളിയുടെ കംബാക്ക്. നല്ല പടമാണ്. ഒരു വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. ഇപ്പോൾ നമ്മളൊരു ഫൺ വാച്ച് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു നല്ല പടമാണ്. എടുത്തു പറയത്തക്ക നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. കുറേ കാലത്തിന് ശേഷം നിവിൻ പോളിനെ എങ്ങനെയൊന്ന് കാണാൻ പറ്റി, കുറച്ചൊരു നോർമലായിട്ടുള്ള റോളിൽ. സെക്കൻഡ് ഹാഫ് തൊട്ട് ഭയങ്കര ഇമോഷണലി ടച്ചായ എനിക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. ഞാൻ പെട്ടെന്നൊക്കെ കരഞ്ഞൊക്കെ പോയി. പക്ഷേ നിവിൻ പോളി ഞാൻ ഭയങ്കര നിവിൻ പോളി ഫാനാണ്. ഭയങ്കര കംബാക്കായിരുന്നു. ശരിക്കും ഒന്നുകൂടെ കാണണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും കണ്ണു നിറയാനുള്ള എല്ലാം ഉണ്ടോ? ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ശരിക്കും ഉണ്ട്. ശരിക്കും ഒരു ഹൊററൊക്കെ എങ്ങനെയുണ്ട്? പേടിപ്പിച്ചോ? അത്ര പേടിപ്പിക്കുന്നതല്ല, രസകരമായ ഒരു ഹൊറർ മൂവി തന്നെ. എങ്ങനെ മൊത്തത്തിൽ പടം എങ്ങനെയാണ്? മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 25 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെ എനിക്ക്, പ്രത്യേകിച്ച് നിവിൻ പോളിയുടെ. ശരിക്കും ഈ ഒരു ക്രിസ്മസിൽ കരഞ്ഞിറങ്ങിയ പടങ്ങൾ പിന്നില്ലേ കണ്ട പടമാണ് നിവിൻ. എനിക്ക് തോന്നുന്നത് ഈ ഇടക്കാലത്ത് ലാസ്റ്റായിട്ട് ചെയ്തതിനെക്കാട്ടി കിട്ടില്ല പടം. തിയേറ്ററിൽ വന്ന് കാണാനുള്ള പടമാണ്. നിവിൻ പോളിയൊക്കെ എങ്ങനെയുണ്ട്? പൊളിയൊക്കെ അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. കൊള്ളാം. ഒരു കുറേ നാൾ കൂടിയാണ് പ്ലസൻ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നിവിൻ പോളിയുടെ പടം വരുന്നത് എന്ന് പറയാം. പടം ഭയങ്കര അടിപൊളിയെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ എങ്കിലും നിവിൻ പോളിയുടെ കുറേ നാളത്തെ ഒരു കുറച്ച് പിന്നിലായിരുന്നല്ലോ ഇപ്പം. പക്ഷേ നന്നായിട്ട് വന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഒരു ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പടം കൊള്ളാം. കുറേ നാൾ ശേഷം പുള്ളിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോപ്സ് നടക്കുന്ന ശേഷം അതുകൊണ്ട് ഇപ്പം നല്ല പടം കിട്ടി. എന്നാലും ഭയങ്കര ഗംഭീര പടമല്ല, പക്ഷേ ഇറ്റ്സ് വൺ ടൈം വാച്ച് എന്തായാലും. നല്ല മൂവിയായിരുന്നു, കൊള്ളാം. നിവിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. പിന്നെ അത് ഗോസ്റ്റായിട്ട് വരുന്ന ആ കുട്ടിയും നിവിനായിട്ടുള്ള ആ കോംബോ അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഓക്കെയാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് പടമാണ്. തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. ഇല്ല, നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു ഫീൽ ഗുഡ് പടം തന്നെയാണ്. നമുക്ക് കുടുംബത്തോടെ കൂടി വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പുതുമയുണ്ടോ പടത്തിൽ? പുതുമ അങ്ങനെ പറയാനായിട്ടില്ല, എന്നാലും നല്ലൊരു പടമാണ്. സർവം മായ പടം അടിപൊളി. ഫീൽ ഗുഡ് അമേസിങ് മൂവി. നിങ്ങൾക്ക് എന്ത് മൂഡാണ് വേണ്ടേ? ഏത് മൂഡ്? ഫാമിലി ആയിട്ട് പിന്നെ അഫ്കോഴ്സ് അടിപൊളി പടം പോയി കാണുക. എല്ലാവരും പോയി കാണുക. കാരണം കാണേണ്ട പടമാണ്. കാണുക.